ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങൾക്ക് മേലും ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടികളൊക്കെ തുടരുകയാണ്. റഷ്യയ്ക്ക് മേലൊക്കെ ഉപരോധം, എണ്ണ കമ്പനികൾക്ക് നേരെ ഉപരോധം, ആ തരത്തിൽ. ഇപ്പോൾ കാനഡയുമായി വലിയ വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വലിയ വ്യാപാര പങ്കാളികളിലൊന്നായ കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. വിദേശ ഉൽപ്പന്നങ്ങൾക്കെതിരായ തീരുവകളെ വിമർശിക്കുന്ന തീരുവകളെ വിമർശിക്കുന്ന US പ്രസിഡന്റിന്റെ നയങ്ങൾക്കെതിരായി ചില പരസ്യങ്ങൾ ഈ കാനഡയിൽ വന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ട്രംപിന് ഒരു ദേഷ്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം US-ന്റെ $411.9 ബില്യൺ സാധനങ്ങൾ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. അതിൽ തന്നെ പല സാധനങ്ങൾക്കും തീരുവകൾ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചതും ആണ്. ഒരു പരസ്യത്തെ ചൊല്ലി അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു. വിദേശ ഉൽപ്പന്നങ്ങൾക്കെതിരായ തീരുവകളെ വിമർശിക്കുന്ന മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് റീഗന്റെ 1987 പ്രസംഗത്തിലെ ഓഡിയോ ആധാരമാക്കി കാനഡയിലെ ഒണ്ടാരിയോ പ്രവിശ്യ സർക്കാർ കഴിഞ്ഞയാഴ്ച ഒരു പരസ്യം പുറത്തിറക്കിയിരുന്നു. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. തീരുവകൾ ഓരോ അമേരിക്കൻ തൊഴിലാളിയെയും ഉപഭോക്താവിനെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും കടുത്ത വ്യാപാര യുദ്ധങ്ങൾക്ക് കാരണമാകുന്നുവെന്നും റൊണാൾഡ് റീഗൻ പറഞ്ഞിരുന്നു. ഇതാണ് പരസ്യത്തിൽ ഉപയോഗിച്ചത്. ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുവ നിലപാടിൽ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു പരസ്യം പുറത്തു വന്നത്. എന്നാൽ പ്രസംഗത്തെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നും ക്ലിപ്പ് ഉപയോഗിക്കാൻ ഒണ്ടാരിയോ സർക്കാർ അനുവാദം ചോദിച്ചിട്ടില്ലെന്നും റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷൻ അവകാശപ്പെട്ടു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും ഇതോടെ അവസാനിപ്പിക്കുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയത്. US സുപ്രീം കോടതിയുടെയും മറ്റു കോടതികളുടെയും തീരുമാനങ്ങളിൽ ഇടപെടാനാണ് പരസ്യം ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കാനഡ വളരെ കാലമായി US-ന്റെ പ്രധാന വ്യാപാര പങ്കാളിയാണ്. കഴിഞ്ഞ വർഷം US $411.9 ബില്യൺ സാധനങ്ങൾ കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഓട്ടോ, സ്റ്റീൽ, അലൂമിനിയം, തടി, ഊർജം തുടങ്ങിയ മേഖലകളിൽ ട്രംപ് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾ കാനഡയുടെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു. പല കാനഡക്കാരും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും US-ലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.